തൊണ്ടുതലിയും ചകിരിനൂത്തും ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ ജീവിതം ഇന്നും ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നു. പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും കഥയ്ക്കുമില്ല മാറ്റം. വിഷമവൃത്തത്തിൽ കഴിയുന്ന ഈ അമ്മയുടെ കാഴ്ചയ്ക്ക് മുന്നിൽ മക്കളും കഷ്ടതകളിൽ നട്ടം തിരിയുകയാണ്. നട്ടു നനച്ചു വളർത്തിയ സ്വപ്നങ്ങളിലേറെയും പൂവിടാതെ പോയ വേദന ഈ അമ്മയുടെ നെഞ്ചിൽ നെരിപ്പോടായി എരിയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ കയർ ഫാക്ടറി തൊഴിലാളിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ ആ പാരമ്പര്യം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ എനിക്ക് 2 ആൺമക്കളുണ്ട്. 2ഉം കൂലിപ്പണിക്കാരാണ്. അവരെ ഒരു വിധത്തിലും അവരെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ഉയർത്താൻ ആരും തയ്യാറായിട്ടില്ല. അതിനുവേണ്ടി ഒരു നിലക്കാൻ ആരും തയ്യാറായിട്ടില്ല. പിന്നെ പെൺപിള്ളേരാണ്. വിവാഹം 5 പെൺമക്കളുണ്ട് എനിക്ക്. അതിൽ 4 പേരെയും ഞാൻ കല്യാണം കഴിച്ചു വിട്ട്. ഒരാൾക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് എൻ്റെ കൂടെ. എന്നുവെച്ചാൽ വിവാഹം കഴിച്ചുകൊണ്ട് പോയവരുടെ ബുദ്ധിമുട്ട് പ്രയാസവും കണ്ടു മനസ്സ് മടുത്തതിന് ശേഷമാണ് ഈ 3ാമത്തെ എൻ്റെ മോൾക്ക് വിവാഹം വേണ്ടെന്ന്, അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെണ്ണെൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം എൻ്റെ ഒക്കേലയിലെ മകള് വിവാഹം കഴിച്ചിട്ട് 2 കുട്ടികൾ, 2 പെൺകുട്ടികളാണ്. ആ കുട്ടികളുടെ 2ാമത്തെ കുട്ടിക്ക് 3 വയസ്സായപ്പോൾ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. ആ ചുമതലയും എൻ്റെ കൂടെ തന്നെ. ഈ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന കുട്ടിയും എൻ്റെ കൂടെ തന്നെ. പിന്നെ ഇപ്പുറത്ത് താമസിക്കുന്ന ഒരു മകളാണ്. അത് കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. മൂത്ത പെണ്ണും അതുപോലെ തന്നെ. അങ്ങനെ മക്കളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അത് ഈ മക്കളും മറ്റുള്ളവരുമൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച ഇത് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് അതൊക്കെ ചെയ്യാൻ സാധിക്കാവുന്ന നേതാക്കന്മാർ എനിക്കുണ്ടായിരുന്നു. അവരാരും ഒരു ചെറുവിരലനക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിന്നും കിടക്കുന്നു, ജീവിക്കുന്നു, തുച്ഛമായ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ജീവിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അനസൂയ എന്ന കമ്മ്യൂണിസ്റ്റും അനസൂയ എന്ന കലാകാരിയും ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവരെ അറിയുമായിരുന്ന നേതാക്കളിൽ പലരും ഇപ്പോഴില്ല. ഇവിടെ ഉണ്ടായിട്ടും കാണേണ്ട പല കണ്ണുകളും ഇവരെ കാണാതെ പോകുന്നു. കേൾക്കേണ്ട കാതുകൾ ഈ സഖാവിന്റെ ജീവിതകഥ കേൾക്കാതെ പോകുന്നു. അങ്ങനെ മറക്കാമോ നമുക്ക് ഈ സഖാവിനെ? ഞങ്ങളുടെ പ്രായപരിധിയിലുള്ള സഹപ്രവർത്തകർ മിക്കവരും, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ മിക്കവരും മരിച്ചു തീർന്നു. ഇനി ഞങ്ങൾ ഏതാണ്ട് 3-4 പേരുമൊക്കെ ഉള്ളു. ഒരു സുധബ, ഒരു വേദിനി, ഞാൻ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോഴുള്ളൂ. അവരൊക്കെ ഓർക്കാറുണ്ട്. പിന്നെ പഴയ കാലത്തെ കയർ ഫാക്ടറി തൊഴിലാളികളില്ലേ, ഞങ്ങൾ പാടി സന്തോഷിപ്പിച്ച തൊഴിലാളികൾ, ജീവിച്ചിരുന്നവർക്കെല്ലാം ഓർക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പോഴും കാണുമ്പോൾ ആ പഴയ കാര്യങ്ങൾ പറയുകയും നേതാക്കന്മാർക്ക് തോന്നിയില്ലെങ്കിലും പക്ഷേ അന്നത്തെ തൊഴിലാളി വർഗത്തിന് ഇന്നും ഞാൻ ഓർമ്മയിലുണ്ട്. നിസ്വാർത്ഥ സേവനം ചെയ്തിട്ടുള്ളവരെ ആരും ഗമനിക്കാറില്ല. എന്നെപ്പോലുള്ള ഒരു അധപ്പതിച്ച കലാകാരി കൂടിയാണ് ഞാൻ.